നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കൾ മത്സരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഹമാസിനെ എല്ലാവരും അനുകൂലിക്കണം എന്നുള്ളതാണ്. ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി കേരളത്തിലും മുറവിളികൾ കൂടുകയാണ്. SDP-ക്കൊപ്പം കോൺഗ്രസും CPM-ഉം തെരുവിലിറങ്ങുകയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവാണ്. നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 7, ഇപ്പം ഇസ്രായേലിലെ ഹമാസ് നടത്തിയിട്ടുള്ള കൂട്ടക്കുരുതി 1195 പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള കൂട്ടക്കുരുതിന് 2ാമത്തെ വാർഷികം നടക്കുകയാണ്. ഈ വാർഷികത്തിന്റെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കുന്നതിനകത്ത് നമുക്കൊരു അതിശയോക്തി കാണാൻ പറ്റും. പക്ഷേ CPM-ഉം കോൺഗ്രസും ഒരേപോലെ ഈ വിഷയത്തിൻ്റെ അകത്ത് ഹമാസിനെ ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് എന്താണ് അവരുടെ യഥാർത്ഥ ടാർഗറ്റ്? ഈ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക, അതാണോ അവർ ആഗ്രഹിക്കുന്നത്? ഇസ്ലാം തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ എന്തു വേണമോ അതാണ് ഇപ്പോൾ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം തീവ്രവാദത്തെ സന്തോഷിപ്പിച്ചാൽ കിട്ടുന്നത് മുസ്ലിം വോട്ടാണ്, എൻ്റെ മുസ്ലിം വോട്ടാണ്. അപ്പോൾ ചോദിക്കും, മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലല്ലോ, മുഴുവൻ മുസ്ലിങ്ങളും സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കി നിങ്ങൾ മാറ്റുന്നത് എന്തിനാണ്? ശരിയാണ്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദം അനുകരിക്കുന്നവരോ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നവരോ അല്ല. പക്ഷേ ഈ തീവ്രവാദികളുടെ ആശയം എന്താണോ അത് മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നവരാണ് മുസ്ലിം സമുദായം. കാരണം അത് ദീനിന് വേണ്ടിയാണ്, സ്വന്തം സമുദായത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് കഷ്ടപ്പെടുന്നത്, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ കഷ്ടപ്പെടുന്നത്. സ്വന്തം മതത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള വിചാരം ഈ മുസ്ലിം സമുദായത്തെ അവർ രാഷ്ട്രീയപരമായി ലീഗായിട്ട് നിൽക്കുമ്പോഴും, രാഷ്ട്രീയപരമായി കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കുമ്പോഴും, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നിൽക്കുമ്പോഴും മതം എന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന് ഈ വികാരമുണ്ട് എന്ന് CPM-ന് അറിയാം, കോൺഗ്രസിന് അറിയാം. അപ്പോൾ ആ വികാരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ അവർ ഹമാസിനെ പിന്തുണയ്ക്കുന്നു, നാളെ അത് പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്നത്, NDF-നെ പിന്തുണയ്ക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ ഓൾറെഡി പരസ്യമായിട്ട് തന്നെ കോൺഗ്രസ് കെട്ടിപ്പുടർന്നു കഴിഞ്ഞു, നമ്മൾ കണ്ടു. ആ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഈ കഴിഞ്ഞ മാസത്തിൽ മലപ്പുറം ജില്ലയിൽ മൗദൂദിയുടെ ആശയം എങ്ങനെ പൊളിറ്റിക്കൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിന് സഹായകരമാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നു. മൗദൂദിയൻ ആശയം ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിക രാജ്യം തന്നെ ഉണ്ടാക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് മൗദൂദി. ആ മൗദൂദിയെയാണ് ഇവരുടെ രാഷ്ട്രീയ ഗുരുവായിട്ട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത്. ആ മൗദൂദിയൻ ആശയത്തെ തന്നെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തോളോട് തോൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണച്ചാൽ മുഴുവൻ ഇസ്ലാമിന്റെയും ഒരു പിന്തുണ ലഭിക്കാൻ സാഹചര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ് എന്ന തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ഈ തരത്തിൽ ഹമാസിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണം കരുതാൻ. ചേട്ടാ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നോ അറിയില്ല, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജംഗ്ഷനിലെ വലിയൊരു കരച്ചിൽ നാടകം നടക്കുകയുണ്ടായി. അതായത് ഈ ഹമാസിന്റെ ഒരുപാട് കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ പിഞ്ചു കുട്ടികൾ നാളെ എഞ്ചിനീയർമാരാകേണ്ടതായിരുന്നു, ഡോക്ടർമാരാകേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം സിനിമാ താരങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുമല്ലോ, അതിന് സമാനമായ രീതിയിലുള്ള അഭിനയമാണ്. ഇവരൊന്നും തന്നെ ഈ 2023 ഒക്ടോബർ 7 ഈ ഹമാസ് ഇസ്രയേലിൽ കൂട്ടക്കുരുതി നടത്തിയ സമയത്ത് അവിടെ പിഞ്ചു കുട്ടികൾ മരിച്ചു വീണു, അവിടെ യുവതികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ആ സമയത്തൊന്നും ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇടാത്തവരാണ് ഈ കരച്ചിൽ നടത്തിയതെന്ന് ഓർക്കുമ്പോൾ എന്തൊരു ലജ്ജ തോന്നുകയാണ് അതൊക്കെ കാണുമ്പോൾ. അല്ല, ഈ ഒക്ടോബർ 7 അന്ന് ആക്രമണം നടത്തിയപ്പോൾ മുസ്ലിം ഗ്രൂപ്പുകൾ യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ ആ വീര പോരാട്ടത്തെ പൊഴുത്തിപ്പാടുകയായിരുന്നു. നൂറുകണക്കിന് ഇസ്രായേലി കുട്ടികളെ അടക്കം കൂട്ടക്കൊല ചെയ്തപ്പോൾ അന്ന് ഈ പറയുന്ന മീഡിയ വൺ അടക്കമുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളൊക്കെ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് ചെയ്തത്. തകർത്തു എന്നാണ്. ഇനി 2, ഈ മറൈൻ ഡ്രൈവിൽ കൂടിയ സാഹിത്യകാരന്മാര്, സാംസ്കാരിക നായകന്മാര്, കവികൾ ഈ ഹൃദയം അങ്ങ് ഒലിക്കുക. ഇത് ആ ഇസ്രായേലില് ഗാസയില് പിടഞ്ഞു വീണ് കുഞ്ഞിന്റെ വിശപ്പ് കണ്ടിട്ട് എന്താ പറയാ വെമ്പുന്ന ആളുകള് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഈ പഹൽഗാമില് 28 പേരെ അവരുടെ നെഞ്ചിന് നേരെ വെടിവെച്ച് അവരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് വീഴ്ചയപ്പോൾ ഈ പറയുന്ന ആളുകളുടെ കണ്ണീരിൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണീർ വേണമെന്ന് കണ്ടില്ലല്ലോ.
അവരൊരു വെമ്പലും വിതുമ്പലും ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ പേറോളിലാണ് ഇവരൊക്കെ. ഇസ്ലാമിക ഭീകരവാദികളുടെ പണം കൈപ്പറ്റിയാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമാണ് ഇവരുടെ പ്രചരണം. ഇവരാരും നൈജീരിയയിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവരെ അവർ കാണുന്നുണ്ടോ? ലെബനനിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരെ ഇവർ കാണുന്നുണ്ടോ? യസീദുകളെ കൂട്ടക്കൊലക്കരിയാക്കി ഇപ്പോഴും ഇവരാരെങ്കിലും ഈ മറൈൻ ഡ്രൈവിൽ വന്നിരുന്നിട്ട് കണ്ണീരൊഴുക്കി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാപട്ടികരാണ്, വഞ്ചകരാണ്, രാജ്യദ്രോഹികളാണ്. യാതൊരു സംശയമില്ല കാര്യത്തില്. എന്ത് ചെയ്തു പാലസ്തീൻ? നമുക്ക് എന്ത് ഗുണം കിട്ടിയിട്ടുണ്ട് പാലസ്തീനിൽ നിന്ന് ഭാരതത്തിന്? പാലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട്. 1948 മുതൽ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? അന്താരാഷ്ട്ര രംഗത്ത് ഈ ഇസ്രായേലിനെതിരെ ലോകങ്ങൾ മുഴുവൻ ഇപ്പോ അറബ് ലോകങ്ങൾ മുഴുവൻ ഒന്നിക്കുന്നു. അറബ് രാജ്യങ്ങൾ പലതും ഇസ്രായേലുമായിട്ട് സഖ്യത്തിലാണ്. അവർക്കില്ലാത്ത എന്ത് വിഷമമാണ് കേരളത്തിൽ ഇവർക്ക്? അതുകൊണ്ടാണല്ലോ ഖത്തറിൽ പോയി അറ്റാക്ക് നടത്തിയ സമയത്ത് പോലും ഖത്തർ വിഷയത്തിനകത്ത് വലിയൊരു നിലപാട് എടുക്കാതിരുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞു കേരളത്തിലെ നിലപാട് എപ്പോഴും നമുക്കറിയാം. ലോകത്ത് ഒരേ ഒരു സംസ്ഥാനം, ഒരേ ഒരു പ്രദേശത്ത് മാത്രമാണ് നമ്മുടെ ഇറാഖ് പ്രസിഡന്റ് ആയിരുന്ന മറ്റേ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ഹർത്താൽ നടത്തിയത് ലോകത്ത് ഒരേ ഒരു സംസ്ഥാനത്താണ്, കേരളത്തിലാണ്. എന്താ കേരളത്തിൽ മാത്രം മുസ്ലിങ്ങൾക്ക് വല്ല കൊമ്പുണ്ടോ? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊമ്പില്ല. അവർ കൊമ്പുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ കൊമ്പ് മുളപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങളെ ലാളിച്ച് വഷളാക്കുക, അവരെ തീവ്രവാദികളാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അവര് നോക്കുമ്പോൾ കൊള്ളാം, ഈ നിലപാടെടുക്കുമ്പോൾ കൂടുതൽ തലോടൽ കിട്ടും, കൂടുതൽ പിന്തുണ കിട്ടുന്നു. തീവ്രവാദ നിലപാടിന് കൂടുതൽ പിന്തുണ കിട്ടുകയും കൂടുതൽ തലോടൽ കിട്ടുകയും ചെയ്യുന്നു എന്ന ആ തിരിച്ചറിവ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ സാമാന്യനെ ജനാധിപത്യപരമായും സമാധാനപരമായും ജീവിക്കാൻ താല്പര്യപ്പെട്ട മുസ്ലിങ്ങളടക്കം തീവ്രവാദത്തിലേക്ക് തിരിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാസർഗോഡ് ഉണ്ടായ സംഭവം. അവിടെ എന്താ ഒരു മൈമ കളിച്ചു കുട്ടികൾ, അവരുടെ റൂൾസ് തെറ്റിച്ചു. പക്ഷെ ആ വിഷയത്തിന് എന്ത് വലിയ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി ആ വിഷയത്തിനകത്ത്. അതായത് പലസ്തീൻ അനുകൂലമായി മൈമ കളിച്ചു, അധ്യാപകർ തടഞ്ഞു. എത്ര പെട്ടെന്നാണ് അവർക്ക് ഒരു പാലസ്തീനെ പിന്തുണയ്ക്കാത്തവർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ? നരേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുന്നത് എത്ര പെട്ടെന്ന് അവർക്ക്? അല്ല, അതാജോ നമുക്ക് ചോദിക്കണം. പാലസ്തീനെ പിന്തുണയ്ക്കാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ? ഞാൻ പാലസ്തീനെ പിന്തുണയ്ക്കുന്നില്ല, ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്നില്ല. കാരണം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭീകര രാജ്യമാണ്. ഹമാസിന്റെ കീഴിൽ പാലസ്തീൻ ഹമാസിന്റെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കേണ്ട സാഹചര്യമാണ്. ഹമാസിനെതിരെ പ്രതിഷേധം ശക്തമായി നടന്ന ഒരു സ്ഥലമാണ് പാലസ്തീൻ. ആ പാലസ്തീനെ ഞാൻ പിന്തുണയ്ക്കുന്നില്ലെന്ന്. എന്താ എനിക്കിവിടെ ജീവിച്ചുകൂടെ? പാലസ്തീനെ പിന്തുണയ്ക്കാതെ ജീവിച്ചുകൂടെ? പാലസ്തീന്റെ ഭീകരവാദം അവസാനിപ്പിക്കട്ടെന്നേ. ഹമാസിനെ പോലെ കൊടും ഭീകരന്മാര് അവര് നടത്തിയ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവര് ഇവിടെ വന്നിട്ട് ഗാസയിലെ കൂട്ടക്കൊലയെ കുറിച്ച് പറയാൻ അവർക്ക് യാതൊരു അവകാശമില്ല. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. എന്താണോ നൈജീരിയയിൽ സംഭവിക്കുന്നത്, എന്താണോ സിറിയയിൽ സംഭവിക്കുന്നത്, എന്താണോ ചൈനയിൽ സംഭവിക്കുന്നത്, പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഗാസയിലുള്ളൂ. ഗാസ എന്താ സ്വർഗരാജ്യമാണോ? അല്ല, ഈ വിഷയത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുന്ന മൗനം അത് പാടില്ലെന്നാണ് ഇവരെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അല്ല, നരേന്ദ്രമോദി എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ ഇസ്ലാമിസ്റ്റുകളെല്ലാം തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി തീരുമാനിച്ചോളും. ലോകരാജ്യങ്ങളിൽ നരേന്ദ്രമോദി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ അഭിനന്ദിക്കുകയും ലോകം മുഴുവൻ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. അതിന് ഈ ഇസ്ലാമിക സംഘടനകളുടെ ഒന്നും പിന്തുണ ആവശ്യമില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈ ഇസ്ലാമിക തീവ്രവാദം അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് ഇടതാകട്ടെ വലതാകട്ടെ. ഇപ്പൊ കോൺഗ്രസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താ? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി മലപ്പുറത്ത് സമ്മേളനം നടത്തി. എന്തിനാണെന്നറിയോ? മൗദൂദിയെ പിന്തുണച്ചുകൊണ്ടാ. മൗദൂദിയുടെ ആശയങ്ങൾ നടപ്പാക്കാൻ കേരളത്തിൽ എങ്ങനെ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു പരിപാടിയിനകത്ത് അവർ പറയുകയാണ്, എന്റെ നേതാക്കൾ പറയുകയാണ്, ഈ ഇസ്രയേൽ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെ മദ്രസ മുതൽ പഠിപ്പിച്ചു തുടങ്ങണമെന്ന് ഒരു നേതാവ് പറയാണ്. നേതാവിന്റെ പേര് ഞാൻ വിട്ടുപോയി. അങ്ങനെ പറയുകയാണ്. അത്തരത്തിലേക്ക് ചെറുപ്പത്തിലേ അവരുടെ ബാല്യത്തിലെ അവരുടെ മനസ്സിലേക്ക് ഇത്തരത്തിലെ ഇഞ്ചക്ഷനാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. അല്ല, മദ്രസകളിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? മദ്രസകൾ ഭീകരവാദത്തെ അട്ടവച്ച് വിരിയിക്കുന്ന കേന്ദ്രങ്ങളാണ്.
എന്തുകൊണ്ടാണ് ഇപ്പോ ഈ കഴിഞ്ഞ നമ്മുടെ IS റിക്രൂട്ട്മെന്റിന്റെ കാലത്ത് കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും റിക്രൂട്ട് ചെയ്തു, പിന്നെ അവിടെ തീവ്രവാദ കേന്ദ്രങ്ങള്, ആയുധ പരിശീലന കേന്ദ്രങ്ങള് ഇങ്ങനെ വന്ന സമയത്ത് കേരളത്തിലെ പോലീസ് ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിന്റെ പേര് ഓപ്പറേഷൻ PGN എന്നാണ്. ആ ഓപ്പറേഷൻ PGN എവിടെ കേന്ദ്രീകരിച്ച് നടത്തിയതാ? മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തിയതാ. പോലീസ് തന്നെ ഔദ്യോഗികമായി മുഹമ്മദ് യാസിനായിരുന്നു അതിന്റെ തലവൻ ആ പദ്ധതിയുടെ. അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾ 400-500ഓളം മുസ്ലിം യുവാക്കളെ തീവ്രവാദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ മദ്രസകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെന്നാണ്. അപ്പൊ മദ്രസകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കാരണം എന്താ? ഈ മദ്രസകൾ തീവ്രവാദത്തെ സൃഷ്ടിക്കുന്ന നഴ്സറികളാണ്. ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്, തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന നഴ്സറികളാണ് മദ്രസകൾ. സർക്കാർ എല്ലാ ഒത്താശയും ചെയ്യുന്നു. സർക്കാർ ക്ഷേമ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് മദ്രസ അധ്യാപകർക്ക്. എന്തിനു വേണ്ടിയാ? തീവ്രവാദികളെ അടവച്ച് വിരിയിക്കാൻ. ഇത് വളരെ ഗൗരവമാണ്. ഇപ്പൊ നോക്കൂ, ഒരു ഉളുപ്പുമില്ലാതെ ഇടതുപക്ഷ കോൺഗ്രസിന്റെ കൂട്ടുകക്ഷിയായിട്ട് മതേതരത്തിന് മുഖംമൂടി അണിയിച്ച് മിനുസപ്പെടുത്തിയെടുത്ത് ഒരു കാലത്ത് രാജ്യത്തെ വെട്ടിമുറിക്കാൻ നേതൃത്വം കൊടുത്ത രാഷ്ട്ര വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗിനെ തോളത്തിരുത്തിക്കൊണ്ട് അതേ മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി നടത്തിയ പ്രസ്താവന എന്താ? ഷാജി നടത്തിയ പ്രസ്താവന കേരളത്തിൽ ഇനി UDF അധികാരം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്നാണ്. എന്താണ് UDFന്റെ അഭിപ്രായം ഈ കാര്യത്തില്? എന്താണ് CPMന്റെ അഭിപ്രായം ഈ കാര്യത്തില്? ഒരക്ഷരം ഒരാളും മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം ഒരാളും മിണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം പാലസ്തീനെ പിന്തുണയ്ക്കുക, വഖഫ് ബോർഡിന്റെ വിഷയം വരുന്ന സമയത്ത് വഖഫിന്റെ വിഷയത്തിൽ ഈ പറയുന്ന കാടൻ നിയമത്തിന് അനുകൂലമായി നിലപാടെടുക്കുക, CAA പ്രക്ഷോഭം വരുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി മുസ്ലിം സമുദായത്തെ മുഴുവൻ വർഗീയവൽക്കരിച്ച് പോളറൈസ് ചെയ്ത് ഈ രാജ്യത്തിന് താല്പര്യത്തിന് വിരുദ്ധമായി അണിനിരക്കുക. ഇതെല്ലാം കേരളത്തിലല്ല, ഇത് വേറെ എവിടെയെങ്കിലും നടക്കും? കേരളത്തിൽ ഇതിന്റെ ഒരു പരിശീലന കളരിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയ മനോഭാവമുള്ള ആളുകൾ, അവർ ക്രിസ്ത്യാനികളാകട്ടെ, അവർ മുസ്ലിങ്ങളാകട്ടെ, അവർ ഹിന്ദുക്കളാകട്ടെ, ഈ മത തീവ്രവാദ കൂട്ടുകെട്ടിനെതിരായ ഒരു നിലപാടിലേക്ക് അവരെത്തിയേ മതിയാകൂ. കാരണം കേരളം ഇതേപോലെ നിലനിൽക്കേണ്ട ജനാധിപത്യപരമായി മതേതരമായി കേരളം നിലനിൽക്കണമെങ്കിൽ ഇപ്പൊ ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്താ? ഏറ്റവും ഒടുവിൽ എക്കണോമിക്കൽ സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കണക്കനുസരിച്ചിട്ട് 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 45 കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്, 39 കുട്ടികളെ ഇപ്പൊ ഹിന്ദു കുട്ടികളുള്ളൂ, 14 കുട്ടികളെ ക്രിസ്ത്യൻ കുട്ടികളുള്ളൂ. അതിവേഗം കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറാൻ അതിന്റെ ലക്ഷണം എന്താ? മലപ്പുറം ജില്ല ഇപ്പോ 2 ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എന്താ UDFന്റെ അഭിപ്രായം ഈ കാര്യത്തില്? കോൺഗ്രസ് ഇലക്ഷൻ വേണ്ടിയിട്ടുണ്ടോ? ലീഗിന്റെ MLA ആണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ലീഗിന്റെ നിലവിലെ സിറ്റിംഗ് MLA ആവശ്യം ഉന്നയിച്ചിരിക്കണം മലപ്പുറം ജില്ല 2 മലപ്പുറം ജില്ല 2 10-30ഓളം സീറ്റുകൾ അവിടെ ഈ 2 ജില്ലകളിലുണ്ടാവും. കേരളം ലീഗിന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സ്ഥിതിവിശേഷമാണ്. എന്ന് വെച്ചാൽ 2 ജില്ല മൊത്തം കേരളത്തെയും ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണ്. ആ സമയത്തുള്ള കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ലീഗിന്റെ കീഴിലുള്ള കേരളത്തിലെ മതേതരത്വത്തിന്റെ അവസ്ഥ എന്താ? ലീഗിന്റെ കീഴിലുള്ള കേരളത്തിലെ ന്യൂനപക്ഷ അല്ലെങ്കിൽ അന്നത്തെ ഈ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താ? ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജനാധിപത്യമുണ്ടോ, മതേതരത്വമുണ്ടോ, ഈ പറയുന്ന മതസൗഹാർദ്ദമുണ്ടോ, മറ്റു മതങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ? അവിടെയൊക്കെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ഇതെല്ലാം കാണാതെ നിലപാടെടുക്കുന്നത്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം നിലപാടെടുക്കുന്നവർ അവർ അവരുടെ സ്വന്തം ശവക്കുഴി കൊണ്ടുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറയാനുള്ളത് എല്ലാവരോടുമാണ്. കേരളത്തിലെ ജനാധിപത്യം മതേതരത്വം ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന സർവ്വ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഏട്ടിലെ പശുവാകാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരായ ശക്തമായ നിലപാടെടുക്കണം, മുന്നോട്ട് വരണം. ഇതാണ് ഈ കാര്യത്തിൽ ഒരേ ഒരു പോംവഴി. എന്തായാലും ഈ വിഷയത്തിൽ കാശ്മീരി പണ്ഡിറ്റുകൾ അന്ന് എങ്ങനെയാണോ പലായനം ചെയ്തത് അവരുടെ കാശ്മീരികളിൽ നിന്ന്, അതിന് സമാനമായ രീതിയിലേക്ക് കേരളം വരുന്നു എന്നുള്ള ഏറ്റവും അത്യന്തം ഞെട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നന്ദി, നമസ്കാരം.